ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മലയാളം അത് ആരംഭിക്കാൻ പോവുകയാണ്. നേരത്തെ ഫെബ്രുവരി 25 നമുക്ക് ലോഞ്ചിങ് ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ചെന്നൈയിലുള്ള ബിഗ് ബോസ് ഹൗസിൻ്റെ പണികൾ കുറച്ചുകൂടി നടക്കാനുണ്ട്. അതുപോലെ തന്നെ നിലവിലെ ലിസ്റ്റ് കുറച്ചുകൂടി പരിശോധിച്ച് നിലവിലെ ലിസ്റ്റിൽ പ്രൊഡക്ഷൻ കമ്പനി തൃപ്തികരമല്ല എന്നാണ് ബിഗ് ബോസ് ക്രൂവിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് ഒന്ന് മാറ്റി പുതിയതായിട്ട് കുറച്ച് പേരെ കൂടെ ആഡ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു. അതുപോലെ തന്നെ കോമണേഴ്സിനായിട്ടുള്ള ഓഡീഷൻ നടക്കുന്നു. ഈ ആഴ്ച പൂർണ്ണമായിട്ടും ഓഡീഷൻ ഉണ്ടാവും. കുറച്ചധികം ആളുകളെ ഓഡീഷൻ ചെയ്യാനാണ് തീരുമാനം. അതിൽ നിന്ന് ഏറ്റവും മികച്ച രണ്ടുപേരെ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസിന്റെ ലോഞ്ചിങ് എപ്പിസോഡ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഫെബ്രുവരി 25 മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി മാർച്ച് ആദ്യ വാരത്തിലേക്ക് മാറ്റി. നിലവിൽ ബിഗ് ബോസ് ഹൗസിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ. അതുപോലെ തന്നെ നിലവിലെ ലിസ്റ്റിൽ പ്രൊഡക്ഷൻ കമ്പനി തൃപ്തികരം അറിയിച്ചിട്ടില്ല. അപ്പോൾ പുതിയ മെച്ചപ്പെട്ട ഒരു ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോമണൈസിന്റെ ഇന്റർവ്യൂ ഈ ഒരാഴ്ച പൂർണ്ണമായിട്ടും കോമണൈസിന് ഒരു ദിവസം ഒരു 10ലധികം ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനായിരുന്നു പ്ലാൻ. എന്നാൽ ചില സാങ്കേതിക കാരണം കൊണ്ട് 10ലധികം ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച കൂടി കോമണൈസിന്റെ ഇന്റർവ്യൂ നീട്ടി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ ഒരു 10, 15 അല്ലെങ്കിൽ 25 ആളുകളെ കൊച്ചിയിലുള്ള ഓഡീഷൻ സെന്ററിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഡയറക്റ്റ് നേരിട്ടുള്ളൊരു ഓഡീഷൻ കൂടി ഉണ്ടാവും. ആ ഓഡീഷനിൽ നിന്ന് സെലക്ട് ആവുന്ന രണ്ടുപേരെയാണ് കോമണറായിട്ട് ബിഗ് ബോസിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ രണ്ടുപേരെ ആയിരിക്കും കോമണറായിട്ട് തിരഞ്ഞെടുക്കുക. ഇതാണ് കോമണൈസ് ഓഡീഷൻ്റെ ഒരു രീതിയായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഫെബ്രുവരി 25 നിന്ന് മാർച്ച് ആദ്യ വാരത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം നമുക്കെല്ലാം അറിയാം, രശ്മി ആർ നായർ ബിഗ് ബോസിന്റെ ക്രൂ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഒരു പുതിയ വിവരം അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 6 രശ്മി ആർ നായർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരമൊക്കെ ആയിട്ടുള്ള മോഡലായിട്ടുള്ള രശ്മി ആർ നായരെ കൂടി ബിഗ് ബോസ് സീസൺ 6 ഭാഗമാക്കാൻ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചു അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ രശ്മി ആർ നായർ ഫാൻസ് ഒല്ലി എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് അവർ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു മറ്റൊരു സൈറ്റാണ്. ഇൻസ്റ്റയിലാണ് മോഡൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഒരുപാട് വരുന്നത്. ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇവരുടെ പേഴ്സണൽ ഫോട്ടോസ് അല്ലെങ്കിൽ പേഴ്സണൽ വീഡിയോസൊക്കെ ലഭ്യമാകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫാൻസ് ഒല്ലി ഫാൻസ് അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് പേര്. ഒല്ലി ഫാൻസ് എന്ന് പറയുന്ന സൈറ്റിൽ കുറച്ചുകൂടി 80+ കണ്ടന്റുകൾ, നൂഡ് ഫോട്ടോസ്, പ്രൈവറ്റ് ഫോട്ടോസൊക്കെ ഡോളർ കൊടുത്ത് ലഭ്യമാക്കുന്നത്. അതിൽ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കൂടുതലായിട്ട് ഒരു 95% സ്ത്രീകളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ 5% മാത്രമാണ് പുരുഷന്മാരുള്ളത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട്. അവരുടെ കയ്യിൽ നിന്ന് കൂടുതലും ആളുകൾ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ വാങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് രശ്മി ആർ നായർ എന്ന് പറയുന്നത്. അപ്പോൾ രശ്മി ആർ നായരെ ഒല്ലി ഫാൻസിൽ നിന്ന് നേരെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? റേറ്റിംഗ് തന്നെ ആയിരിക്കാം ചാനൽ അധികൃതരും ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ലക്ഷ്യമാക്കുന്നത്. രശ്മി ആർ നായർ വരുമ്പോൾ ഇപ്പോൾ സണ്ണി ലിയോണൊക്കെ ഹിന്ദിയിൽ വന്ന പോലെ വലിയൊരു ഇമ്പാക്ട് ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാവാം രശ്മി ആർ നായരെ കൂടി ഇവർ പരിഗണിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ രശ്മി ആർ നായർ കൂടി ബിഗ് ബോസിലേക്ക് വന്നാൽ എന്തായിരിക്കും ബിഗ് ബോസിന്റെ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും കാണുന്നത്? നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫെബ്രുവരി 25 എന്നുള്ളത് മാർച്ച് ആദ്യ വാരത്തിലേക്ക് ബിഗ് ബോസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമണൈസിന്റെ ഓഡീഷൻ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തീർക്കാനുള്ള പ്ലാൻ, രണ്ടാമത്തെ ആഴ്ച കൂടി കോമണൈസിന്റെ ഓഡീഷൻ നടക്കുന്നതായിട്ട് അറിയപ്പെട്ടു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓഡീഷൻ കൊച്ചിയിൽ വെച്ച് നേരിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും, ഓഡീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് സെലക്ട് ആവുന്ന രണ്ടുപേരെ മാത്രം, ഒരു മെയിലിനെ ഒരു ഫീമെയിലിനെ ആയിരിക്കും ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റുകളൊക്കെ പൊളിച്ചെഴുതുകയാണ്. വന്നിട്ടുള്ള എല്ലാ ലിസ്റ്റ് മാറ്റി പുതിയ ആളുകളെ കുറച്ചുകൂടി
പ്രേക്ഷകർക്ക് സ്വീകാര്യതാവുന്ന കുറച്ചുകൂടെ മത്സരം കളിക്കാൻ സാധ്യതയുള്ള ആളുകളെ സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ തീരുമാനം. അതുകൊണ്ട് കൂടിയാണ് ഈ മാറ്റിവെച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇതുവരെ വന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് കുറച്ച് ആളുകൾ ഉണ്ടാവും. അവർ പല ആളുകളെയും മാറും, പുതിയ ആളുകൾ വരും എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ബിഗ് ബോസിന് വേണ്ടി നമുക്ക് ഇനിയും കുറച്ച് നാൾ കൂടി അധികമായി കാത്തിരിക്കണം. മാർച്ച് ആദ്യവാരം ബിഗ് ബോസ് സീസൺ 6 നമ്മളിലേക്ക് എത്തുകയാണ്.